പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അനേക പ്രാവശ്യം ആൾക്കാർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ എക്സ്ട്രീംലി ബിസിയായി പോയിട്ട് അവരുടെ ജീവിതം ബദ്ധപ്പാടോടെ സ്ട്രെസ്സിലും ടെൻഷനിലുമൊക്കെ ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ടയർലെസ്ലി അവരങ്ങ് വർക്ക് ചെയ്യും. കാരണം ചില ഗോൾസ് ഉണ്ട്, ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യും. എന്നിട്ട് അതിനുവേണ്ടിയാണ് ഈ കഷ്ടപ്പെട്ട് കിടന്ന് ജോലി ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം അവരുടെ ലൈവ്ലിഹുഡ് ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയാണെന്ന് നമുക്കറിയാം. അതൊരു നെഗറ്റീവ് ഡിസയർ അല്ല, പക്ഷേ ആ ഒരു പ്രോസസ്സ് കുറച്ച് കഴിയുമ്പം മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഓവർവെൽംഡായി പോകുന്നുണ്ടോ? സ്ട്രെസ് കൊണ്ട് നമുക്ക് ഒരു ട്രൂ റെസ്റ്റ് നമ്മുടെ എവറിഡേ ലൈഫിൽ കിട്ടേണ്ടതിന് വേണ്ടി നാം എങ്ങനെയായിരിക്കണം എന്നൊന്ന് നോക്കാം. അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 26-ാം വാക്യം, മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 26. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കൾ ആകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകണം. പക്ഷേ നാം ഫ്രൂട്ട്ഫുള്ളുമായിരിക്കണം അതേസമയം. അങ്ങനെയുള്ളപ്പോൾ റെസ്റ്റിൻ്റെ ചില ബേസിക്കായിട്ടുള്ള സിമ്പിൾ പ്രിൻസിപ്പിൾസ് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഒരു ഗുഡ് നൈറ്റ്സ് സ്ലീപ്പിൽ നിന്നായിരിക്കണം. ഞാൻ ഈ ടോപ്പിക്ക് എടുക്കാൻ യോഗ്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതേ മക്കളെ, ഐ എം ഓൾസോ ഇൻ ദ പ്രോസസ് ഓഫ് ട്രെയിനിങ്. അപ്പോൾ അത് ഞാൻ നിങ്ങളോടും കൂടെ അങ്ങ് ഷെയർ ചെയ്യുക. നല്ലൊരു ഉറക്കം നമുക്ക് രാത്രി കിട്ടിയിരിക്കണം. നമുക്ക് ഈ കഫീനൊന്നും നമ്മുടെ സ്ലീപ്പിനെ റീപ്ലേസ് ചെയ്യാനിടയാകരുത്. നമ്മുടെ ഉറക്കം സ്പിരിച്വലി നമുക്ക് ബെനിഫിറ്റ് കൊണ്ടുവരുന്നതായിത്തീരണം. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഡിപ്രഷൻ വന്നപ്പോൾ പ്രവാചകൻ പോയി കിടന്ന് ഉറങ്ങി ചൂരച്ചെടിയുടെ ചുവട്ടിൽ, അല്ലേ? എന്തിനായിരുന്നു? ടു ഓവർകം ഡിപ്രഷൻ. മത്തായിയുടെ 8 നമ്മൾ കാണുന്നുണ്ട്, ചുഴലിക്കാറ്റൊക്കെ അങ്ങ് കടലിൻ്റെ നേരെ വലിയ ഓളമുണ്ടാക്കി അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആ സ്റ്റോമിൻ്റെ ഇടയിലും യേശു ഉറങ്ങി. ഒരു കാര്യം ഞാൻ പറയാം, ഇഫ് യു ഡോണ്ട് റെസ്റ്റ് ഫ്രം ഫറ്റീഗ്, യു വിൽ ബി അറസ്റ്റഡ് ബൈ യുവർ ഫറ്റീഗ്. ഇതൊരു വലിയ കാര്യമാണ് കേട്ടോ. പ്രൈസ് ഗോഡ്. നമ്മളത് നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞേ. ഇഫ് ഐ ഡോണ്ട് റെസ്റ്റ് ഫ്രം ഫറ്റീഗ്, യു വിൽ ബി അറസ്റ്റഡ് ബൈ യുവർ ഫറ്റീഗ്. നമ്മുടെ ലോങ്ക്വിറ്റി, അതായത് അതിൻ്റെയൊക്കെ ഒരു സീക്രട്ട് ശരിക്കും പറഞ്ഞാൽ രാത്രി നല്ല ഉറക്കം കിട്ടുന്നൊരു കാര്യം തന്നെ, ആ ഹാബിറ്റ്. കർത്താവ് പോലും നമുക്ക് 6 ദിവസം ജോലി ചെയ്ത ശേഷം ഒരു ദിവസം സ്വസ്ഥമായിരിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്, അല്ലേ? ഓരോ ദിവസവും സൃഷ്ടാവാം ദൈവം നമുക്ക് രാത്രി ഒരു സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് നാം ഉൽപ്പത്തി പുസ്തകം വായിക്കുകയാണെങ്കിൽ ഈവനിങ്ങും മോർണിംഗും അതെന്താ പറയുന്നത്? അത് ഫസ്റ്റ് ഡേയാണ്. എപ്പോഴാണ് നമ്മുടെ ഡേ തുടങ്ങുന്നത്? രാവിലെയാണോ? ഇറ്റ് ബിഗിൻസ് വിത്ത് സ്ലീപ്പ്. യുവർ ഡേ ഡസൻറ്റ് സ്റ്റാർട്ട് വിത്ത് കഫീൻ, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ഗുഡ് നൈറ്റ്സ് റെസ്റ്റ്. നല്ലതായിട്ട് നാം റെസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് ആ ദിവസം മുഴുവൻ നാം അനുഭവിക്കും.
പ്രൊലോങ്ഡ് സ്ലീപ്പ് ഡിപ്രിവേഷൻ, അത് നമ്മുടെ ബോഡിയെ നമ്മൾ അബ്യൂസ് ചെയ്യുക. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ക്രിയേഷനാണ് അല്ലേ? ദൈവത്തിൻ്റെ കൃപയിലേക്ക് ഓടിച്ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർ റെസ്റ്റ് ചെയ്യാനും ഒരു ഓടിച്ചെല്ലൽ വേണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം ദിനംതോറും നാം എഴുന്നേൽക്കണം. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം അതിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഉറങ്ങാൻ പോകണം. അത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഹാബിറ്റ്സ് ഒന്നും ലാസ്റ്റ് ചെയ്തില്ല. നമ്മുടെ ബോഡി പലപ്പോഴും ഉറക്കം കിട്ടാതെ വലഞ്ഞു പോകും. അതുകൊണ്ട് ഒരു ബിസി ലൈഫ് മാത്രം ലീഡ് ചെയ്യാനല്ല ആഗ്രഹിക്കേണ്ടത്, ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫ്. അങ്ങനെ വരുന്നവർ ഒരിക്കലും നിങ്ങളുടെ ഉറക്കത്തെ ബലി കഴിക്കരുത്. അതുകൊണ്ട് ഒരു സ്ലീപ്പിംഗ് ഷെഡ്യൂള് നിനക്ക് വേണ്ടി തന്നെ നീ സൃഷ്ടിക്കുക. അത് നിനക്ക് ഗുണകരമായി തീരും തീർച്ചയായും. ഓരോ ദിവസവും ദൈവത്തോടുകൂടി ആരംഭിക്കുക, അല്ലാതെ ജോലിയോടുകൂടി അല്ല ആരംഭിക്കേണ്ടത്. ദൈവത്തോടുകൂടി ആരംഭിക്കുന്നതിന് പകരം ജോലി ചെയ്ത് ആരംഭിക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുത്തത്? ദൈവത്തിനാണോ? അല്ല, ജോലിക്കാണ് പ്രയോറിറ്റി അല്ലേ? പലപ്പോഴും അൺവൈസ് ഡിസിഷൻസ് പല സമയങ്ങളിലും എടുക്കാറുണ്ട് അല്ലേ? ആദ്യം തന്നെ ദൈവത്തോടുകൂടി സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം മുന്നോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും. നിങ്ങൾ കാണാൻ തുടങ്ങും ദൈവമക്കളെ, ദൈവം നിങ്ങളെ സഹായിക്കുന്നത്. റൺ ആൻഡ് നോട്ട് ഗെറ്റ് ടയേർഡ്, വാക്ക് ആൻഡ് നോട്ട് ഗ്രോ വിയറി. ക്ഷീണിച്ചു പോകാതെ ഓടുവാനും തളർന്നു പോകാതെ നടക്കുവാനും. ഒന്നുകൂടെ പറഞ്ഞേ, ക്ഷീണിച്ചു പോകാതെ ഓടുവാനും തളർന്നു പോകാതെ നടക്കുവാനും നമ്മുടെ ദൈവം നമ്മെ സഹായിക്കും. പണ്ടൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഒരു വ്യക്തി, തിങ്സ് ഇൻ മൈ മാരേജ് ആർ നോട്ട് ഗോയിങ് സോ വെൽ. അത് ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ ആ വ്യക്തി തിരിച്ചിങ്ങനെ ചോദിച്ചു, ഡു യു സ്പെൻഡ് ടൈം വിത്ത് ദ ഹോളി സ്പിരിറ്റ്? ഉടനെ അയാളൊരു മറുപടി പറഞ്ഞു, ഐ ലിസൺഡ് സെർമൺസ് ത്രൂ ഔട്ട് ദ ഡേ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇങ്ങനെ പ്രസംഗം അങ്ങ് കേട്ടോളൂ. ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, ആ പ്രസംഗം കേട്ടു, ഈ പ്രസംഗം കേട്ടു, ഈ പ്രസംഗം കേട്ടു, ഈ പ്രസംഗം കേട്ടു, ആ പ്രസംഗം കേട്ടു. കേൾക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ദൈവവുമായിട്ട് അതിരാവിലെ സമയം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ എന്നാ പറ്റുമെന്നറിയാമോ? ദേ ആർ ഫിയർഫുൾ എന്ന് തോന്നത്തക്കവണ്ണമുള്ള ചില സംഗതികൾ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ ഓർക്കും, അയ്യോ ഞാൻ എൻ്റെ സമയം വേസ്റ്റാക്കി കളഞ്ഞല്ലോ എന്ന്. പരിശുദ്ധാത്മാവായിട്ട് നാം സമയം സ്പെൻഡ് ചെയ്താൽ നമ്മുടെ സമയത്തെ നാം സേവ് ചെയ്യുമെന്ന് ഓർത്തോണം. ഒരു അൺഇൻറ്ററപ്റ്റഡ് 15 മിനിറ്റ്സ് മതി പരിശുദ്ധാത്മാവുമായിട്ടൊന്നിരിക്കുന്നത്. അത് ആ ദിവസം മുഴുവൻ നമുക്ക് വലിയ സഹായമാകും. രാവിലെ എഴുന്നേറ്റ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുവാനും അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജസ് നോക്കുവാനും ഒക്കെ സമയം ചെലവഴിക്കാതെ, ഞാൻ പറയട്ടെ, അതിന് പകരം സ്ക്രോൾ ത്രൂ ദ സ്ക്രിപ്റ്റേഴ്സ്. എന്നോട് സംസാരിക്കാനുള്ള ദൈവം തിരുവചനത്തിൽ കൂടെ, ബൈബിളിൽ കൂടി നീ ബൈബിൾ വായിക്കുമ്പോൾ എന്നോട് സംസാരിച്ചിരിക്കും. ആദ്യം അവൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ നന്മകൾ നിനക്ക് കൊയ്തെടുക്കുവാൻ കൊണ്ട്, നിൻ്റെ ജീവിതത്തിൽ അതൊക്കെ റീപ്പ് ചെയ്യാൻ കൊണ്ട് ദൈവം നിന്നെ സഹായിക്കും. ഏറ്റവും ബെസ്റ്റ് നമ്മൾ ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ബാക്കിയുള്ള എല്ലാ കാര്യത്തെയും നമ്മുടെ ദൈവം ബ്ലെസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം യു വിൽ സീ ഹൗ യു വിൽ ഗോ ഫ്രം ബീയിങ് ബിസി ടു ബീയിങ് ബ്ലെസ്ഡ്, ഫ്രം ബീയിങ് ആക്റ്റീവ് ടു ബീയിങ് ഫ്രൂട്ട്ഫുൾ. അതുകൊണ്ട് ദൈവവുമായി സമയം ചെലവഴിപ്പാൻ തക്കവണ്ണം
നീ വേറെ ആരെങ്കിലും കാണുന്നതിന് മുമ്പ്, വേറെ എന്തെങ്കിലുമൊക്കെ കാണുന്നതിന് മുമ്പ് ദൈവപാതവിടെ സമയം ചിലവഴിപ്പാൻ എൻ്റെ കൊണ്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതായി തീരുവാൻ തക്കവണ്ണം, അത് ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഞങ്ങളുടെ ആത്മാവിനും ബലമായി തീരുവാൻ തക്കവണ്ണം, പുഷ്ടിയായി തീരുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.